നോക്കൂ, പ്രാണപ്രതിഷ്ഠ സമയത്ത് നരേന്ദ്രമോദി ആ ദിവസം കാഷായ വസ്ത്രമിട്ട് ഗർഭഗൃഹത്തിൽ പോയി പ്രാണപ്രതിഷ്ഠ നടത്തുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. അദ്ദേഹം അതിൻ്റെ മുന്നിലുള്ള ദിവസങ്ങൾ മുഴുവൻ ചെയ്തിരുന്നത് ഈ രാജ്യത്തിലെ മുഴുവൻ ശ്രീരാമക്ഷേത്രത്തിലും കറങ്ങിടക്കുകയായിരുന്നു അല്ലേ. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്താണ് എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും വരിക. പ്രത്യേകിച്ച് 2014 ശേഷം മന്ത്രിമാർക്കൊന്നും യാതൊരു അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതായി പ്രധാനമന്ത്രിയിൽ കേന്ദ്രീകൃതമായി, ആഭ്യന്തരമന്ത്രിയിൽ കേന്ദ്രീകൃതമായി ഒരു രാജ്യം പോകുമ്പോൾ സുപ്രധാനങ്ങളായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അധികാരമുള്ളതായി എൻ്റെ അറിവിലില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല. നോക്കൂ, അവിടെയാണ് ഒരു പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ സമയത്ത് രാജ്യം മുഴുവൻ ക്ഷേത്ര ദർശനം നടക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിയുമ്പോഴേക്കും അദ്ദേഹം ധ്യാനത്തിൽ അമരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്? ഈ രാജ്യത്തെ എങ്ങനെയൊക്കെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ധ്രുവീകരിക്കാം, എങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കാം, ഈ പ്രവർത്തനത്തിലായിരുന്നല്ലോ നരേന്ദ്രമോദി. അപ്പോൾ ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊരു ക്ലാസ് ഇവിടെ അല്ല കൊടുക്കേണ്ടത്. ഒരു പ്രധാനമന്ത്രി വരും 4-ാം തീയതിക്ക് ശേഷം എന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാനമന്ത്രി പറയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഉണ്ണി ബാലകൃഷ്ണനോടും ഡോക്ടർ അരുണിനോടും പറയാനുള്ളത്. നമുക്ക് 40 ക്യാമറ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 40 ക്യാമറയാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് 4K ക്വാളിറ്റിയിൽ നമ്മളിട്ടത്. ഇപ്പോൾ എത്ര, 5 ക്യാമറയോ 4 ക്യാമറയോ അതിനകത്ത് അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇന്നിപ്പോൾ പലരും ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 20 സെക്കൻഡിൽ വ്യത്യസ്തമായ ക്യാമറ ഫ്രെയിമുകളാണ്. എന്നുവെച്ചാൽ വളരെ കുറച്ച് സമയമാണ് അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നത്. ആ കുറച്ച് സമയം എടുത്തിട്ട് പരമാവധി ക്യാമറകളിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളുകളിൽ പ്രധാനമന്ത്രിയെ നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 80 അഭിമുഖങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്തമായ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അച്ചടി ദൃശ്യമാധ്യമം. 10 വർഷം ഒരു മാധ്യമത്തോടും സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന നരേന്ദ്രമോദി ഈ 10 വർഷം കൊണ്ട് തൻ്റെ കോർപ്പറേറ്റ് ചങ്ങായിമാരെ വിളിച്ചുകൂട്ടി അവരെ കൊണ്ട് ഈ മാധ്യമങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ അദ്ദേഹം 10ാം വർഷം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ 80 അഭിമുഖങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ആദ്യമായി അഭിമുഖം തരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ടെലിവിഷൻ ചാനലുകളും, പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്ന ടെലിവിഷൻ മാധ്യമങ്ങൾ, ആ അഭിമുഖത്തിന് വേണ്ടി കടിപിടി കൂടും. ആ അഭിമുഖങ്ങൾ എടുക്കുന്നതിലൂടെ ഈ എയർ ടൈം മുഴുവനായിട്ട്, മീഡിയ ടൈം മുഴുവനായിട്ട് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇവൻറ്റുകൾ വരുമ്പോൾ, ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് എങ്കിൽ സമാപനമാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദ പാറയിലെ ഈ പറയുന്ന ധ്യാനം എന്നുള്ളത്. വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം ഞെട്ടിയനെ. കാരണം അദ്ദേഹം പോയി ധ്യാനത്തിലിരുന്ന ഒരു സ്ഥലത്ത് ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന, ഈ തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ചിത്രീകരിക്കുന്ന ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. നോക്കൂ, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ ധ്യാനത്തിലേക്ക് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ മാത്രമുള്ള ഒരു കഴിവുള്ള ആളായിട്ടൊന്നും ഞാൻ നരേന്ദ്രമോദിയെ കാണുന്നില്ല. എങ്കിൽ പോലും സ്വാഭാവികമായും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്ക ഉള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. എന്താ നാളെ നടക്കാൻ പോകുന്നത്? നാളെ നടക്കാൻ പോകുന്നത് വളരെ കുറച്ച് 57 ഇടങ്ങളിൽ മാത്രമാണ്. അവിടെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ബംഗാളിലെ 9 സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട 24 പർഗനാസും കൊൽക്കത്തയാണ്. ഈ പറയുന്ന 9 സീറ്റുകളിലും 2019 അമ്പേ തോറ്റിട്ടുള്ള പാർട്ടിയാണ് BJP. മാത്രമല്ല, ഒരു 1.5 ലക്ഷത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷം എവിടെയും ഇല്ലതാനും. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ ഒരു റിസൾട്ടൊന്നുമില്ല. പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? കൊൽക്കത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒക്കെ തട്ടകം എന്നുള്ള നിലയിൽ കൊൽക്കത്ത പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയുടെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമായിരിക്കും, ഒരു ലക്ഷ്യമായിരിക്കും. ബംഗാളിന്, പിന്നെ അതുപോലെ തന്നെ ഉത്തർപ്രദേശും അതേപോലെ തന്നെ 13 മണ്ഡലങ്ങളുണ്ട്. ആ 13 മണ്ഡലങ്ങളിൽ വാരണസി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാരണസി എപ്പോഴും ആത്മീയമായ കേന്ദ്രം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെ ആത്മീയമായ കേന്ദ്രത്തിൽ മത്സരിക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് കാഷായ വസ്ത്രം ഇട്ടിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ പ്രധാനപ്പെട്ടതാണ് അരുൺ. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വാരണസിയിൽ ജയിക്കുമെന്ന് ഉറപ്പല്ലേ, പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പോയി ഈ പറയുന്ന ഒരു രാഷ്ട്രീയ നാടകമൊക്കെ ഉണ്ടാക്കി ജയിക്കാൻ ശ്രമിക്കണോ എന്ന് ചോദ്യമാണെങ്കിൽ, വാരണസിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2014 ഭൂരിപക്ഷത്തെക്കാൾ 2019 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. 2019 വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ രാഷ്ട്രീയ വേഷമിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നോക്കൂ, ഇവിടെ കാര്യങ്ങൾ പക്ഷേ നരേന്ദ്രമോദിക്കും BJPക്കും എതിരാണ് എന്ന് ആവർത്തിച്ച് പറയാതെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഈ വരുന്ന ഇനി വരാനിരിക്കുന്ന 57 ലോക്സഭാ മണ്ഡലങ്ങൾ അടക്കം നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്നിപ്പോൾ വേറൊരു സംഭവം ലോകത്ത് നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ദക്ഷിണാഫ്രിക്കയെ വംശീയ വിദ്വേഷത്തിൽ നിന്ന് നീക്കിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അത് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ആ പാർട്ടി തന്നെ ഏതാണ്ട് ഇല്ലാതാവുകയാണ്. ഏതാണ്ട് സമാനമായ വിധത്തിലായിരുന്നു 2014 കോൺഗ്രസ് പാർട്ടിയെ രാജ്യം കണ്ടിരുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ്, കോൺഗ്രസിൻ്റെ കാലം അവസാനിച്ചു, കോൺഗ്രസ് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു, കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കോൺഗ്രസ് പലതരത്തിൽ തിരിച്ചു വരുന്നുണ്ട്. പലയിടങ്ങളിലും കോൺഗ്രസ്സിന് വേരുപിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, ബീഹാറിലായിക്കൊള്ളട്ടെ, ജാർഖണ്ഡിലായിക്കൊള്ളട്ടെ, ദില്ലിയിലായിക്കൊള്ളട്ടെ, ഇത്തരം സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിലായിക്കൊള്ളട്ടെ, ഇത്തരം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സഖ്യങ്ങളിലൂടെയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സഖ്യമല്ല കേട്ടോ. മുൻകാലങ്ങളിലുള്ള സഖ്യം എന്ന് പറയുന്നത് പരസ്പരം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. കോൺഗ്രസുമായി സഖ്യം ചെയ്തവരും അതേ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ RJDക്ക് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടില്ല, ബംഗാളിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടില്ല. പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി. ഇത്തവണ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മറ്റ് ഘടകകക്ഷി പാർട്ടികൾക്ക് കിട്ടുന്നു, മറ്റ് ഘടകകക്ഷി പാർട്ടികളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുന്നു എന്നുള്ള നിലയുണ്ട്. അപ്പോൾ ഈ തവണത്തെ സഖ്യകക്ഷി കോൺഗ്രസിൻ്റെ സഖ്യ പാർട്ടികൾ ഈ കാലഘട്ടത്തിലെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് അത് വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളതൊന്ന്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് 5% മുതൽ 10% വരെ വോട്ടുകൾ കോൺഗ്രസ്സിന് കൂടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. നോക്കൂ, 5% മുതൽ 10% വരെയുള്ള വോട്ടുകൾ ഉയരുകയാണ് എങ്കിൽ, 5% ആണെങ്കിൽ കോൺഗ്രസ് ഇന്ന് 52 ആണെങ്കിൽ 80-നും 90-നും ഇടയിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 10% വോട്ടുകളാണ് എങ്കിൽ 100 സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 52-ൽ നിന്ന് 152-ലേക്ക് പോകും. 5% ആണെങ്കിൽ 80-നും 90-നും ഇടയിൽ പോകും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. 1984 49.1% വോട്ട് കിട്ടിയ കോൺഗ്രസിന് 404 സീറ്റുകൾ കിട്ടി. അന്ന് 7.74% വോട്ട് മാത്രമുണ്ടായിരുന്ന BJPക്ക് 2 സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 89 കോൺഗ്രസ് തകർന്നു. കോൺഗ്രസ് 49%-ൽ നിന്ന് 9% വോട്ട് കുറച്ച് ഏതാണ്ട് 39%-ലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ 207 സീറ്റുകളായി കുറഞ്ഞു. BJPക്ക് 7.74%-ൽ നിന്ന് 11.36%-ലേക്ക്, അതായത് വെറും ഒരു 4% വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോൾ 2 സീറ്റിൽ നിന്ന് 83 സീറ്റിലേക്ക് വർദ്ധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 4% സീറ്റിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 80-ലധികം സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ 5% വോട്ട് മുതൽ 10% വരെ വോട്ടുകൾ കോൺഗ്രസ്സിന് സ്വിങ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ നരേന്ദ്രമോദിയും BJPയും പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന 272 ഉണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ ഏതായാലും 272 ആണല്ലോ, 272-ൽ താഴെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേതും ഏറ്റവും അപകടകരമായ, NDAയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ കാര്യം, ഇപ്രാവശ്യത്തെ സഖ്യം അരുൺ, സുജിയ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ വോട്ടുകളൊന്നും ഭിന്നിച്ചു പോകില്ല. മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഒരു മോശം ലെഗസിയാണ് എപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ ഉയർത്തിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ RJD കോൺഗ്രസിനൊരു സീറ്റ് കൊടുത്താൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നമാണല്ലോ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരിക. ആ കൈപ്പത്തി ചിഹ്നത്തിന് ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതുപോലെ SPക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ആം ആദ്മിയും കോൺഗ്രസും നന്നായി ഒരുമിച്ചിരിക്കുന്നു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വിയുടെ മുന്നേറ്റം ഉണ്ടായെങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ തേജസ്വിന് സീറ്റ് നഷ്ടപ്പെട്ടത് എവിടെയാണ്? RJDയുടെ സീറ്റുകളല്ല, കോൺഗ്രസ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് BJPയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു ദിവസത്തെ ധ്യാനമൊന്നും പോരാ. ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് നരേന്ദ്രമോദിക്ക് പോകേണ്ടി വരുന്ന രീതിയിൽ ചിലപ്പോൾ രാഷ്ട്രീയം മാറിയേക്കാം. Meet the editors.